മാഡം, ഈ കുട്ടിയുടെ പാരന്റ്സിനെ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഉടനെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മറ്റു കുട്ടികൾ എന്തായാലും എക്സാം എഴുതട്ടെ. സുമാ മിസ്സിന് പകരം ഞാൻ വേറൊരു മിസ്സിനെ ആ ക്ലാസ്സിലേക്ക് അറേഞ്ച് ചെയ്യാം. ഈ കുട്ടിയായിട്ട് ഒഴിഞ്ഞൊരു ക്ലാസ്സില്ലേ 4B, അവിടെ പോയി ഇരുന്നോളൂ. പാരന്റ്സ് വരട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഈ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ മാഡം. മിസ്, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. എനിക്കറിയില്ല ഈ പേപ്പർ എങ്ങനെ കയ്യിൽ വന്നെന്ന്. എന്നെ ഒന്ന് വിശ്വസിക്കേ. നീതിമോള് കരയല്ലേ? എന്തായാലും പാരന്റ്സിനെ വിളിച്ചിട്ടുണ്ടല്ലോ, അവര് വരട്ടെ. നമുക്ക് 4Bയിൽ പോയിരിക്കാം. എന്റെ കൂടെ വരൂ. ഇത്ര ചെറുതിലേക്ക് കുട്ടികൾ ഇത്രയും വലിയ കളവ് കാണിച്ചാല് എന്റെ ദൈവമേ, പരീക്ഷയ്ക്കുള്ളതെല്ലാം ചെറുതാക്കി പ്രിന്റ് എടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ വലുതാകുമ്പോ എന്താകും എന്തോ. പുറത്തിറങ്ങാ സ്കൂളിനും എനിക്കും കൂടിയാ ചീത്തപ്പേര്. ഞാൻ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന സ്കൂളിൽ ഇത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. അവളുടെ പാരന്റ്സ് വരട്ടെ, എന്ത് ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു അല്ലേ മിയ? അതെ, പക്ഷെ നീതുമോൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലല്ലോ. ഞാൻ കരുതിയത് ആ കോപ്പി അടിക്കാൻ കൊണ്ടുവന്ന പേപ്പർ വാങ്ങി വെച്ചിട്ട് അവളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുമെന്ന. ഓ നീതുമോള്, നീ ഇപ്പോഴും അവളെ ആലോചിച്ചോണ്ടിരിക്കുവാണോ? എനിക്ക് വല്ലാത്ത ടെൻഷൻ. എക്സാം എഴുതാൻ പറ്റാത്തതുകൊണ്ട് അവൾ ഉറപ്പായിട്ടും അവിടെ നിന്ന് കരയുമായിരിക്കും. അവളെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുവോ? കരയട്ടെ അവൾ എന്നെ കുറെ കരയിപ്പിച്ചതാ. അവള് കുറച്ച് കരയട്ടെ. അവളെ ഈ സ്കൂളിൽ നിന്ന് എങ്ങാനും പറഞ്ഞു വിട്ടാലേ ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. നോക്ക് ചെയ്യ കുട്ടി, നീതുമോളുടെ ചേച്ചിയല്ലേ വരുന്നത്? പുറകെ പാരന്റ്സും ഉണ്ടല്ലോ. ഇത് നീതുന്റെ ക്ലാസ്സിലെ കുട്ടികളല്ലേ? ഇവരോട് ചോദിച്ചു നോക്കാം. എന്ത് പറ്റി മിയ? നീതുമോൾ എവിടെയാ? ഞങ്ങൾക്ക് അറിയില്ല ചേച്ചി. അവളെ കോപ്പി അടിക്കാൻ പേപ്പർ കൊണ്ടുവന്നിട്ട് മിസ് പിടിച്ചോണ്ടോയി പ്രിൻസിപ്പലിന്റെ റൂമിലേക്കാന്നാ തോന്നുന്നേ. ദൈവമേ, എന്നിട്ട് അവൾ എക്സാം എഴുതിച്ചില്ലേ? ഓ, അവളുടെ കാര്യം ഞങ്ങളോട് ചോദിക്കേണ്ട. ഞങ്ങൾക്കറിയില്ല. കള്ളത്തരം കാണിക്കണവരോട് ഞങ്ങൾ കൂട്ടാറില്ല. ഒരു കള്ളിയും കള്ളിയുടെ ചേച്ചി. തീ കുട്ടി, നീ എന്താ പറഞ്ഞത്? കള്ളിയും കള്ളിയുടെ ചേച്ചിന്നോ? കള്ളത്തരം ചെയ്തില്ലെങ്കിൽ പിന്നെ അവളെ എന്തിനാ കൊണ്ടുപോയത്? ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ വന്നതാ. അപ്പോഴേക്കും കോപ്പി അടിച്ച് ജയിക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ടൊക്കെ ക്ലാസ്സിൽ ഫസ്റ്റ് ആകാനല്ലേ? അതിനെ പിന്നെ കള്ളി എന്നല്ലാണ്ട് എന്താ വിളിക്കുക? പിന്നെ കള്ളിയുടെ ചേച്ചിനെ കള്ളിയുടെ ചേച്ചി എന്നല്ലാണ്ട് എന്താ പറയാ? നിനക്കല്ലെങ്കിൽ അവളോട് അസൂയ കുശുമ്പോണെന്ന് എനിക്കറിയാം. ഇതൊരു അവസരം വിട്ട് നീ കാണണ്ട. നിനക്കുള്ള മറുപടി ഞാൻ തരാം. നീതു എവിടെയാണെന്ന് അറിഞ്ഞോ? ഞാനിത് ഇവരോട് ചോദിക്കുമായിരുന്നു വെച്ചാ. പക്ഷെ ഈ കുട്ടി എത്ര മോശമായിട്ടാ നീതുമോളെ പറ്റി പറഞ്ഞെന്നറിയോ? എന്റെ പൊന്നു നിത്യ, നീ അതും കേട്ട് ഇവിടെ ഇരിക്കുവാണോ? നമുക്ക് നേരെ ഓഫീസ് റൂമിലേക്ക് പോകാം. നീ വാ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ്. നിന്നെ ഞാൻ കണ്ടോളാടി തീയക്കുട്ടി. എടി തീയെ, നീ എന്തിനാടി അങ്ങനെയൊക്കെ പറഞ്ഞത്? ശരിക്കും കോപ്പി അടിക്കാൻ കൊണ്ടുവന്നത് നീയല്ലേ? എന്നിട്ട് അവരെ കള്ളിന്നൊന്നും വിളിക്കേണ്ടായിരുന്നു. നീ അവരുടെ സൈഡാണോ എന്റെ സൈഡാണോ? അവരുടെ സൈഡാണെങ്കിൽ നിനക്കും കിട്ടും ഇങ്ങനെയുള്ള പണികള്. ഓർത്തിരുന്നോ നീ? എന്റെ പൊന്നു നീതുമോളെ, നീ ഇതെപ്പ തുടങ്ങിയ കരച്ചില്ല. ഇതൊന്ന് നിർത്തൂ. ഞാനാണിത് കൊണ്ടുവന്നതെങ്കിൽ ഞാൻ കരയില്ലായിരുന്നു. ഇതിപ്പോ ചെയ്യാത്തത് തെറ്റിന എന്നെ എല്ലാരും കൂടി ഇങ്ങനെ. അതാ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ. നീതുമോളെ, അച്ഛാ. നീതുമോളെ കരയാതെ. അച്ഛനും അമ്മയ്ക്ക് ഇങ്ങ് വന്നില്ലേ? അച്ഛാ, ഇവരെന്നെ എക്സാം എഴുതിച്ചില്ല. എന്റെ നീതുമോൾ കോപ്പി അടിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും അച്ഛൻ ചോദിക്കുക, നീതുമോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല അച്ഛാ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മതി, ഇത്രയും കേട്ടാ മതി. ബാക്കി അച്ഛൻ നോക്കിക്കോളാം. എന്റെ നീതുമോൾ കോപ്പി അടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താ ടീച്ചർ സംഭവിച്ചത്? ഇപ്പൊ ആനുവൽ എക്സാം നടക്കുവാണല്ലോ. UP സ്കൂളിലെ 2 കുട്ടികൾ കോപ്പി അടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് പ്രിൻസിപ്പൾ ഒരു അടിയന്തര മീറ്റിംഗ് വെച്ച് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളുടെയും ബാഗും ബോക്സും പോക്കറ്റൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എക്സാമിന് മുൻപ് ഞങ്ങളത് ചെക്ക് ചെയ്തപ്പോൾ നീതുമോളുടെ ബാഗിൽ നിന്നൊരു പ്രിന്റ് ഔട്ട് കിട്ടി. കോപ്പി അടിക്കാൻ വേണ്ടി വളരെ ചെറുതാക്കിയുള്ള ഫോണ്ടിലാണത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഈ പേപ്പർ നോക്കുന്നതിന് മുൻപ് ഞാൻ ഒത്തിരി തവണ പറഞ്ഞതാണ്, ആരെങ്കിലും കോപ്പി അടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറിനോട് തുറന്നു പറയാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇളവ് കൊടുത്തേനെ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞുമില്ല, ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കേണ്ടി വന്നു. എന്റെ പൊന്നു മിസ്സേ, ഞങ്ങളുടെ വീട്ടിൽ പ്രിന്റർ ഒന്നുമില്ല. പ്രിന്റ് എടുക്കാനായിട്ട് ടൗൺ വരെ പോകണം. നീതുമോളാണെങ്കിൽ സ്റ്റഡി ലീവ് കാരണം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവൾ പ്രിന്റ് എടുത്തോണ്ട് വരുന്നത്? അത് ചോദിച്ചിട്ട് നീതുമോള് പറയുന്നില്ല. നീതുമോള് തന്നെ പ്രിന്റ് എടുക്കണമെന്നില്ലല്ലോ. വേറെ ആരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞ് പ്രിന്റ് എടുക്കാമല്ലോ. അവൾ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ പ്രിന്റ് എടുക്കാനുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ല. അതെ മാഡം, പക്ഷെ ഈ പ്രിന്റ് എങ്ങനെ നീതുമോളുടെ ബാഗിൽ വന്നു? അത് ചോദിച്ചിട്ട് പറയുന്നില്ല. നീതുമോളുടെ ബാഗിൽ നിന്ന് ഞാൻ ഈ പ്രിന്റ് എടുക്കുന്നത് ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കണ്ടതാണ്. അപ്പൊ പിന്നെ എനിക്ക് നീതുമോൾക്ക് മാത്രം ഒരു എക്സ്ക്യൂസ് കൊടുക്കാനും കഴിയില്ല. നിങ്ങൾ തന്നെ അവളോട് ചോദിക്കൂ. ഞാൻ ചോദിക്കാം. ഈ പ്രിന്റ് എങ്ങനെ വന്നു എന്ന് എനിക്കറിയണം. ഓക്കെ, പിന്നെ ഒരു നിമിഷം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ ഉടനെ പ്രിൻസിപ്പൽ മാഡത്തിന് വിവരം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി മാഡത്തെ വിളിച്ചുകൊണ്ട് വരാം. നീതുമോളെ, നീ കരയല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഈ പ്രിന്റ് എങ്ങനെ നിന്റെ ബാഗിൽ വന്നു? നീതുമോളെ, നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രിന്റ് എടുത്ത് കൂട്ടുകാരുടെന്നോ ആരുടെയെങ്കിലും നീ ബാഗിൽ വെച്ചായിരുന്നോ? ഇല്ലമ്മേ, ഇതെല്ലാം എന്റെ നോട്ട്ബുക്കിലുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് അവരോട് പ്രിന്റ് മേടിക്കുന്നത്? നീ നിന്റെ ബാഗ് ആർക്കെങ്കിലും കൊടുത്തിരുന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആർക്കും കൊടുത്തില്ല. രാവിലെ നീ സ്കൂളിലേക്ക് പോകാൻ നേരത്തെ ബാഗ് ചെക്ക് ചെയ്തില്ലേ, ബുക്കൊക്കെ എടുത്തു വെക്കാൻ? അപ്പൊ ഈ നോട്ട് അതിലുണ്ടായിരുന്നോ?
ഇല്ല, അതിലുണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ എക്സാമിന് ഇറങ്ങുമ്പോൾ ബാഗ് നല്ലപോലെ അടുക്കി വെച്ചതാ. അന്നേരം ഈ പ്രിന്റ് ഔട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സ്കൂളിൽ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്തപ്പോഴും എൻ്റെ ബാഗിൽ നോട്ടില്ല. അതിനിടയ്ക്ക് എപ്പോഴാണ് ഇത് എൻ്റെ കയ്യിൽ വന്നത്. സ്കൂളിൽ വന്നിട്ട് നീതു എപ്പോഴാ ബാഗ് എടുത്തത്? എക്സാം തുടങ്ങണേ 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ബാഗ് എടുത്തത്. അപ്പോഴും ഈ നോട്ട് കണ്ടില്ല അച്ഛാ. അപ്പൊ ഉറപ്പായിട്ടും ഇത് ആരോ ബാഗിൽ വെച്ചതായിരിക്കും. അല്ല, നീതുന്റെ ബാഗ് എവിടെയാ വെക്കാറുള്ളത്? അത് വരാന്തയിലാ. അവിടെ CCTV ഉണ്ടോ? വരാന്തയിൽ ക്ലാസ് റൂമിനുള്ളിലൊക്കെ CCTV ഉണ്ട്. എക്സാം തുടങ്ങണ 10 മണിക്കല്ലേ, അപ്പോൾ 9:50 കഴിഞ്ഞിട്ടുള്ള സമയം മാത്രം CCTVയിൽ നോക്കാൻ നമുക്ക് പ്രിൻസിപ്പൽ മാഡത്തിനോട് പറഞ്ഞാലോ? അത് ശരിയാ, ആ സമയത്ത് നമുക്ക് നോക്കാം. വേറെ ഏതെങ്കിലും കുട്ടികൾ വെച്ചതാണെങ്കിലോ? പെട്ടെന്ന് പ്രിൻസിപ്പളെ മീറ്റിംഗ് വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും പേടിച്ചിട്ട് ചെയ്തതായിരിക്കും. പ്രിൻസിപ്പൽ മാഡം ഇപ്പൊ എത്തും. നീതുമോളുടെ പാരന്റ്സ് നിങ്ങളാണല്ലേ? നീതുമോൾ എത്ര വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? കുട്ടികളെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിലേക്ക് കോപ്പി അടിക്കാൻ പലതവണ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂൾ ലൈഫിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഫോണ്ട് സൈസ് കുറച്ച് പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, അതും ഈ ഒരു ഏജില്. മാഡം അങ്ങനെയൊന്നും പറയല്ലേ, എന്റെ കുഞ്ഞല്ല അത് ചെയ്തത്. ഞങ്ങൾക്ക് നീതുമോളുടെ ബാഗിൽ നിന്നാണ് ഇത് കിട്ടിയത്. ബാഗിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് അത് എന്റെ മോൾ ചെയ്തതാകുമോ മാഡം? നീതുമോളുടെ ഫാദർ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നീതുമോൾ കരയുന്നത് കണ്ടിട്ടാണോ? ഇങ്ങനെയുള്ള തെറ്റൊക്കെ നമ്മൾ കണ്ടെത്തി കുട്ടികളിൽ തിരുത്തണം. അതും പാരന്റ്സിന്റെ സാമീപ്യത്തോടെ തിരുത്തണം. അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്, അല്ലാതെ നിങ്ങളുടെ കുട്ടീനെ ശിക്ഷിക്കാനല്ല. ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിയാൽ ഭാവിയിൽ ഇവക്ക് തന്നെ നല്ലത്. മാഡം പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷെ ഇത് ചെയ്തത് എന്റെ മോളല്ല. ഈ കള്ളത്തരം ചെയ്തവരെ പോയി പറഞ്ഞ് മനസ്സിലാക്കൂ. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? എന്റെ മോൾ ഇങ്ങനെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ടില്ല. എക്സാം തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് വരെ അവൾ ബാഗ് തുറന്ന് ബുക്ക് എടുത്തപ്പോഴും ഈ പ്രിന്റ് ഔട്ട് കണ്ടില്ല. ഈ 10 മിനിറ്റിനുള്ളിൽ ആരോ കൊണ്ടുവന്ന് വെച്ചതായിരിക്കാം. അതിന്റെ ആവശ്യം ആർക്കാണ്? കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഓരോ കുട്ടികൾ ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ പിന്നെ വേറൊരു കുട്ടിയുടെ ബാഗിൽ വെക്കാനാണെങ്കിൽ പിന്നെ അവരെന്തിനത് കൊണ്ടുവന്നു? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതിനെപ്പറ്റി എനിക്കറിയില്ല മാഡം. വരാന്തയിലും ക്ലാസ് റൂമിലും എന്തിന് ഈ ഒരു റൂമിൽ വരെ CCTV ഉണ്ടല്ലോ നിങ്ങളുടെ സ്കൂളിൽ. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്തൂടെ? ഇന്ന് തന്നെ നടന്ന സംഭവമല്ലേ? സുമ മിസ്, എന്താണ് ഇവർ പറയുന്നത്? ഈ കുട്ടിയുടെ ബാഗിൽ നിന്നാണ് മാഡം ഞാൻ പ്രിന്റ് ഔട്ട് കണ്ടെത്തിയത്. അതനുസരിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്തു. അതിനെ ആരെങ്കിലും വെച്ചതാണോ എന്നുള്ളത് എനിക്കറിയില്ല. മാഡം ആ CCTV ഒന്ന് നോക്കൂ, എന്റെ കുഞ്ഞിതൊന്ന് വിഷമിക്കുന്ന വേണ്ടില്ലേ? ഓക്കെ സുമ മിസ്, ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് CCTV ചെക്ക് ചെയ്യാൻ പറയൂ. നിങ്ങളുടെ ക്ലാസിന്റെ ക്യാമറയുടെ നമ്പർ പറഞ്ഞു കൊടുക്കൂ. ചെല്ലോ. മാഡം, എന്റെ മോളെ എക്സാം എഴുതിക്കാതിരുന്നത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, എക്സാം എഴുതിക്കാതിരുന്നത് ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തത് കൊണ്ടാണ്. മാഡം. യെസ് പറയൂ സുമ മിസ്. മിസ്, ഈ കുട്ടി പറഞ്ഞത് ശരിയാണ്. ഈ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ചെയ്തത്? CCTVയിൽ എന്താ കണ്ടതെന്ന് പറയൂ. എന്റെ ക്ലാസ്സിലെ വേറൊരു കുട്ടിയാണ് ഈ ഒരു പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് വന്നത്. എന്നിട്ട് അതിന്റെ ഫ്രണ്ടിനെ കാണിച്ചു. പിന്നെ ഞാൻ വന്ന് ബാഗ് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണല്ലോ മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചത്. ഞാൻ പോയ തക്കത്തിന് ആ കുട്ടി പിടിക്കപ്പെടുമെന്നായപ്പോഴേക്ക് നീതുമോളുടെ ബാഗിലേക്ക് വെക്കുമായിരുന്നു. അത് വ്യക്തമായി CCTVയിൽ കാണാം. ആ കുട്ടിക്ക് പേരില്ലേ മാഡം? എന്റെ ക്ലാസ്സിലെ TA കുട്ടി. അച്ഛാ, അമ്മ, ഞാൻ പറഞ്ഞില്ല ഞാനല്ല ചെയ്തതെന്ന്. ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. സങ്കടപ്പെടല്ലേ നീതുമോളെ, എന്തായാലും സത്യം തെളിഞ്ഞില്ലേ. മോള് വിഷമിക്കാതിരിക്കേ. ഓ മൈ ഗോഡ്, ആ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ എന്ത് കരുതി? എന്റെ മോൾ ഇങ്ങനെ ചെയ്യുമെന്നോ? ഈ കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കരുതിയത്. ഒരു കാര്യം ചെയ്യൂ, ഉച്ച കഴിഞ്ഞിട്ട് എക്സാം നീതുമോൾ എഴുതട്ടെ. എക്സാം എഴുതുന്നത് മാത്രമല്ലല്ലോ പ്രശ്നം, എന്റെ മോൾ അനുഭവിച്ച അപമാനമോ. അച്ഛാ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ കുട്ടി എന്നെ കള്ളിയുടെ ചേച്ചിന്നും കൂടി വിളിച്ചു. സാർ എന്നോട് ക്ഷമിക്കണം. ഈ കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. കുട്ടി ഇങ്ങനൊരു പണി ചെയ്യുമെന്ന് ഓർത്തില്ല. അത് തന്നെ, ഈ കുട്ടിയുടെ ബാഗിൽ നിന്നാണല്ലോ കിട്ടിയത്. നിങ്ങൾ വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എന്റെ കുട്ടിക്ക് നിങ്ങൾ സമാധാനം കാണണം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടി എന്റെ മോളോട് മാപ്പ് പറയട്ടെ. നിങ്ങൾ കുട്ടിക്ക് തക്കതായ ശിക്ഷ ചെയ്യണം. കോപ്പി അടിക്കാൻ എഴുതിക്കൊണ്ടുവന്നതോ തെറ്റ്, അതും മറ്റൊരു കുട്ടീനെ കളിയാക്കാൻ നോക്കിയാലോ? ആ തെറ്റ് ഇരട്ടിയല്ലേ? അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ പറയണം. ശരിയാ, ആ കുട്ടി ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ആ കുട്ടീനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ആ കുട്ടി ഇവരോട് സോറി പറയട്ടെ. മാഡം, എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കുട്ടിയല്ലേ പ്രിന്റ് ഔട്ട് കൊണ്ടുവന്നത് കോപ്പി അടിക്കാൻ, എന്നിട്ട് അത് ഇവളുടെ ബാഗിൽ വെച്ചു. ഒന്നും അറിയില്ലെന്നാണോ? മാഡം എന്താ ഈ പറയുന്നത്? ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീതുമോൾക്ക് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ല. അവള് പറയുന്ന നുണയായിരിക്കും ഇത്. സുമ മിസ്, ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇവള് കള്ളത്തരം ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കൂ. ഇവളുടെ പാരന്റ്സിനും ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കൂ. CCTVയോ? അതെ, CCTV. എന്റെ മോളെ കളിയാക്കാൻ നോക്കിയപ്പോ CCTVയുടെ കാര്യം ഓർത്തില്ലല്ലേ? ദയവ് ചെയ്ത് നിങ്ങൾ ഈ കുട്ടിയോട് സംസാരിക്കരുത്. ഇതിന്റെ പാരന്റ്സിന്റെ പ്രസൻസിലല്ലാതെ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇതൊരു സ്കൂളാണ്. കുട്ടി, വേഗം ഇവരോട് മാപ്പ് പറയൂ. എന്നാലും നിനക്ക് നീ സ്കൂളിൽ തുടരാൻ കഴിയൂ. ഞാൻ എന്തിനാ മാഡം മാപ്പ് പറയുന്നത്? കോപ്പി അടിച്ചു പിടിച്ചെങ്കിൽ എക്സാം എഴുതിക്കാതിരുന്നാ പോരെ, അല്ലാതെ മാപ്പ് പറയിക്കുന്നത് എന്തിനാ? ഈ സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. തെറ്റ് ചെയ്തിട്ട് നീ മാപ്പ് പറയാൻ തയ്യാറല്ലെങ്കിൽ ഇന്ന് തന്നെ നിനക്ക് TC തന്നെ ഞാൻ പറഞ്ഞു വിടും. TCയോ? മമ്മി എന്നെ കൊല്ലും. കുട്ടി, എത്ര വലിയ തെറ്റാണ് നീ ചെയ്തത്? ഒരു സോറി പറയൂ. ടീച്ചർ പഠിപ്പിച്ചിട്ടില്ലേ തെറ്റ് ചെയ്താൽ നമ്മൾ സോറി പറയണോന്ന്?
ഞാൻ തമാശക്ക് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാ. എനിക്ക് ടി സി ഒന്നും തരല്ലേ. ഓക്കെ, എങ്കിൽ സോറി പറയൂ. സോറി നീതുമോളെ, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. നീ എന്നെ കള്ളിയുടെ ചേച്ചിന്ന് വിളിച്ചതോ? ശരിക്കും കള്ളി നീയല്ലേടി? നിത്യ ഈ സ്കൂളിലെ സ്റ്റുഡന്റ് അല്ലേ? റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ഞങ്ങളാണിപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. നിത്യ ഇങ്ങനെ സംസാരിക്കരുത്. മാഡം, ഇവിടെ സോറിയൊന്നും എനിക്ക് വേണ്ട. ഞാൻ പഠിച്ചതെങ്കിലും എനിക്ക് എക്സാമിന് എഴുതണം. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാ ആദ്യത്തെ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചത്. എനിക്ക് എക്സാം എഴുതണം. തീർച്ചയായും ഈ എക്സാം ഉച്ച കഴിഞ്ഞ് നീതുമോളെ കൊണ്ട് എഴുതിക്കാം. ടീയക്കുട്ടിയുടെ മമ്മീനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും. അവരെ കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ടീയക്കുട്ടീനെ എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായി എന്നറിയാം. എല്ലാവരോടും ഞാൻ സോറി പറയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കുഴപ്പമില്ല മാഡം, എന്റെ കുഞ്ഞിന്റെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ. നീതുമോൾ എന്റെ ഒപ്പം വരൂ, നമുക്ക് എക്സാം എഴുതാം. സോറി സാർ. ഇറ്റ്സ് ഓക്കെ. ഇനിയെങ്കിലും കാര്യം അറിയാതെ കുട്ടികളെ ശിക്ഷിക്കരുത്.